Yes, good afternoon. പ്രസന്റുള്ള ആരെങ്കിലും ഒരു ഹായ് ഇട്ടെ. സൂര്യ, ഓക്കെ. സ്മിത, ഓക്കെ 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 ഓക്കെ. ആരാ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ആരെങ്കിലും. ഓക്കെ സൂര്യ, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. Yes, let us start. Okay. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് ശേഷം വരുന്ന അടുത്ത ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ബി, BEEN, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. ആ വെർബിന് ശേഷം ING എഴുതുന്നു. യെസ്. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ്, പിന്നെ ING. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്. സ്മിത സതീഷ്. ഓക്കെ. സ്മിത നാട് എവിടെയാണ്? ആരിക്കാടി, കുംബ്ല, കാസർഗോഡ്. കാസർഗോഡ്. എത്ര നാളായി അവിടെ താമസിക്കുന്നു? ദേശം മതി. കുഞ്ഞിനാളുണ്ട്. കുഞ്ഞുനാളുണ്ട്.
അപ്പൊ നമുക്കൊരു കാര്യം ഞാനിപ്പോ പറയാം 2000 മുതൽ ഞാൻ അവിടെ വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊരു സെന്റൻസ് നമ്മൾ പറയുന്നു, ഞാൻ 2001 മുതൽ കാസർഗോഡാണ് താമസിക്കുന്നത്, ഇപ്പോഴും ഞാൻ കാസർഗോഡാണ് താമസിക്കുന്നത്, നാളെയും ഞാൻ കാസർഗോഡായിരിക്കും എന്നൊരു സെന്റൻസ് പറയണം. അപ്പൊ സ്മിത പറയുന്ന വാചകം കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നണം 2001 മുതൽ കാസർഗോഡാണ് സ്മിത താമസിക്കുന്നത്, ഇപ്പോഴും കാസർഗോഡാണ്, നാളെയും കാസർഗോഡായിരിക്കും. എങ്ങനെ പറയും? സൂര്യ, സ്മിത ആലോചിച്ചോട്ടെ. സൂര്യ, സൂര്യല്ലോ? യെസ്. ഓക്കെ. അപ്പോ ആ ഒരു സെന്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള വാചകങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സ്മിത നമ്മളിവിടെ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യുമെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്മിത 2001 മുതൽ കാസർഗോഡാണ് താമസിക്കുന്നത്, ഇപ്പോഴും കാസർഗോഡാണ്, നാളെയും കാസർഗോഡായിരിക്കും എന്ന് വാചകം പറയാൻ വേണ്ടിയിട്ട് ഈ ടെൻസ് ഉപയോഗിക്കും. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കാസർഗോഡ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കാസർഗോഡ് സിൻസ് മുതൽ 2001. 2001 മുതൽ ഞാൻ കാസർഗോഡാണ് താമസിക്കുന്നത്, ഇപ്പോഴും കാസർഗോഡാണ്, നാളെ. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ട് തുടങ്ങി വേറെ വാക്കൊന്നും ചേർക്കണ്ട. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും ഉണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യുമെങ്കിൽ അതിനെയൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയും. യെസ്, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് അറ്റ് സ്മാർട്ട് ശ്രീ. ഇപ്പൊ ഞാൻ സ്മാർട്ട് ശ്രീയിലാണ് പഠിക്കുന്നത്, നേരത്തെ ആരംഭിച്ചാണ് അവിടെ, ഇപ്പോഴും അവിടെയാണ്, നാളെ അവിടെ തന്നെയായിരിക്കും. യെസ്, കണ്ടോ? അപ്പൊ an action that is taken in the past and it continues in the present and it will continue in future. നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിൽ തുടരുകയും ചെയ്യുമെങ്കിൽ ആ സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസിന്റെ ഫോമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb plus ing. Subject has or have plus been plus verb plus ing. സ്മിത പിടികിട്ടിയോ? ഇങ്ങനെയാണ് പറയുന്നത്. നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, സ്മിത എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്, ഭാവിയിലും അത് തന്നെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ന് പറഞ്ഞു. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട്, നാളെയും ചെയ്യും. I have been teaching. ഒരു വർഷം പറയാം, ഏതെങ്കിലും വർഷം. I have been teaching since മുതൽ ഈ വർഷം 2015. ഓക്കെ. അപ്പൊ കറക്റ്റ് ആണ്. I have been stitching since 2016. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. 2016 മുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, തയ്ക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ തയ്ക്കുന്നുണ്ട്, നാളെയും ഞാൻ തയ്ക്കുകയും ചെയ്യും. യെസ്, കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് an action that taken in the past and that continues in the present and it will continue in future. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പിടികിട്ടിയല്ലോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത്, ഐ ഹാവ് ബീൻ ടേക്കിംഗ് ഇറ്റ്. ഞാൻ ഇത് എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു.
എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയുണ്ട്. എടുത്തുകൊണ്ടേയിരിക്കുക ആകുന്നു. യെസ്. ഇനി നമുക്ക് വേണ്ടത് ഈ സെന്റൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എടുക്കാം. ആ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കൂടെ എന്തുകൂടി ചേർക്കണം? ഒരു നോട്ട് കൂടി ചേർക്കണം. നോട്ട്. അങ്ങനെ നമ്മളൊരു നോട്ട് ചേർക്കുമ്പോൾ ആ നോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഹാവിന്റെയും വില്ലിന്റെയും ഇടയിൽ ചേർക്കും. വിൽ നോട്ട് ഹാവ് ബീൻ. ഹാവിന്റെയും വില്ലിന്റെയും ഇടയിൽ നമ്മൾ ചേർക്കുന്നു. അപ്പൊ എന്ത് പറയും? വിൽ നോട്ട് ഹാവ് ബീൻ. വിൽ നോട്ട് ഹാവ് ബീൻ എന്നർത്ഥം വരും. വിൽ നോട്ട് ഹാവ് ബീൻ. ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ത് വരും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ദേ വിൽ നോട്ട് ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. യു വിൽ. ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വില്ല് വന്നപ്പോ ഫ്യൂച്ചറിലോട്ട് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഒന്നുകൂടി പറയാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇനി അതിന്റെ നോട്ട് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോ ടെൻസ് വേറെ ടെൻസിലോട്ടൊന്ന് പോയി. നോട്ട് ചേർക്കുമ്പോൾ ഈ ഹാസിന്റെയും ബീനിന്റെയും നടുക്ക് ചേർക്കാം. ഹാസ് നോട്ട് ബീൻ അല്ലെങ്കിൽ ഹാവ് നോട്ട് ബീൻ. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എക്സാമ്പിൾ എന്ത് വരും? ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ്. ദേ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ്. ഷീ ഹാസ് നോട്ട് ബീൻ കുക്കിംഗ്. യെസ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കേണ്ടത് എവിടെയാണ്? ഹാസിന്റെയും ഹാവും കഴിഞ്ഞിട്ട് ബീന് മുമ്പായിട്ട് ചേർക്കാം. ഹാവ് നോട്ട് ബീൻ. ഓക്കെ. അപ്പോ അങ്ങനെ ഒരു വാചകം പറഞ്ഞ് സ്മിത. ഇഷ്ടമുള്ള വാചകം പറഞ്ഞു. I have not been. I have not been working. I have not been working. Okay. എന്തുകൂടെ ഞാൻ ചേർക്കാം? അതിനുള്ള ഈ യൂണിറ്റ് ചേർത്താൽ മതി. വേറെ ഒരു പറഞ്ഞു. I have not been working. പിന്നെ she has not been cooking. Okay, okay. Very good, very good, very good. Okay, പ്രിയങ്ക പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ചെയ്യണം. ഇതിന് കൂടെ നോട്ട് കൂടി ചേർക്കാം. ഐശ്വര്യ. Yes. Okay. They are not responding. Yes. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു? ഒരു നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു. എന്ത് ചേർക്കണം? ഒരു നോട്ട് ചേർക്കണമെന്ന് പറഞ്ഞു. യെസ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാചകത്തിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മോഡലുള്ള ഒരു വാചകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകത്തെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ അത് ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് ആദ്യം പറയും. അപ്പൊ അത് എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഹാവ് യു ബീൻ വർക്കിംഗ്? ഹാവ് യു ബീൻ യൂസിങ് ഇറ്റ്? ഹാസ് ഷീ ബീൻ വർക്കിംഗ്? ഹാസ് ഹി ബീൻ ഓർഡറിങ്? യെസ്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഇന്ററഗേറ്റീവ് മോഡലിലുള്ള ചോദ്യങ്ങൾ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അപ്പൊ ഓക്കെ സ്മിത, അങ്ങനെ ചോദ്യം വരുന്ന രീതിയിലുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞ് ഹാസോ അല്ലെങ്കിൽ ഹാവോ ആദ്യം പറയാം.
Have you been, have you been studying hospital administration? Have you been cooking? Food. Okay, very good. Okay. Priyanka. Yes. Aishwarya. പറഞ്ഞോളൂ. Have they read the story? Have they reading the story? ing വേണം. Subject plus has or have plus been plus verb plus ing. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൽ അവസാനിക്കുന്ന എല്ലാത്തിന്റെയും കൂടെ ing. നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ വെർബ് പ്ലസ് ing അവിടെ ing വന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോ സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing അവിടെയും ing വന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് ബി പ്ലസ് വെർബ് പ്ലസ് ing അവിടെയും ing വന്നു. അപ്പൊ അത് മൂന്നെണ്ണത്തിന് നമ്മൾ നേരത്തെ പഠിച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെർബ് പ്ലസ് ing. ആ ഹാസ് അല്ലെങ്കിൽ ഹാവില് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ആദ്യം പറയുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ചോദ്യമായിട്ട് മാറുന്നത്. അപ്പൊ have you been working? Okay. വേറെ ഒരെണ്ണം പറഞ്ഞു നോക്കിയാൽ ശരി. വേറെ ഒരെണ്ണം. Have they changed the clothes? Changing The clothes. Okay. Have they been changing the clothes? Have they been changing the clothes? Okay. ആ രീതിയിലാക്കണം. അപ്പോ ഇതിന്റെ ഇത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് ശരിക്കറിയാമോ? ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ എന്തിനെ എങ്ങനെയുള്ള സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയാമോ? അറിയാമോ? യെസ്. ഇല്ല. ഓക്കെ. അപ്പൊ ഞങ്ങൾ സ്മിതനോട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഐശ്വര്യയോട് പറയുന്നത്, ഐശ്വര്യയുടെ നാട് എവിടെയാണ്? പാലക്കാട്. ഓക്കെ. അപ്പൊ ഞാൻ പറയാണ് 2020 മുതൽ ഐശ്വര്യ പാലക്കാടാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഐശ്വര്യ താമസിക്കുന്നത് പാലക്കാടാണ്. നാളെയും ഐശ്വര്യ പാലക്കാട് തന്നെയായിരിക്കും താമസിക്കുക. ഇങ്ങനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും ആരോടെങ്കിലും. മലയാളത്തിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഇംഗ്ലീഷിൽ അത് പറയണമെന്ന് വിചാരിക്കും. നേരത്തെ ഞാൻ പാലക്കാടായിരുന്നു, ഇപ്പോഴും ഞാൻ പാലക്കാടാണ്, നാളെയും ഞാൻ പാലക്കാടായി. ചിലപ്പോൾ നമുക്ക് വേറെ രീതിയിലായിരിക്കും. നേരത്തെ ഞാൻ നിലമ്പൂരായിരുന്നു, ഇപ്പൊ ഞാൻ പാലക്കാടാണ്, നാളെ ചിലപ്പോ കണ്ണൂരായിരിക്കും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ചിലപ്പോൾ കണ്ണൂരായിരിക്കും. അത് നമുക്ക് പറയാം. അത് വേറെ സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് നേരത്തെ ഞാൻ പാലക്കാടുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ പാലക്കാടാണ്, നാളെയും ഞാൻ പാലക്കാടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നേരത്തെ ആരംഭിച്ച ഒരു ആക്ഷൻ അത് ഇപ്പോഴും തുടരുകയും ഭാവിയിലേക്ക് തുടരുകയും ചെയ്യുമെങ്കിൽ അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോ ഞാൻ പാലക്കാട് 2020 മുതൽ താമസിക്കുന്നത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? I have been living in Palakkad 2024. 2024 മുതൽ ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം, അയ്യോ അത് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെയും അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെ തന്നെയാണ്. ഓക്കെ, യു ഗെറ്റ് ദ പോയിന്റ്? Okay. Very good. Abba Smita. Sir. Okay, how are you, Smita? Fine. You are fine. Very good. What is the weather like? Rainy or sunny? Not rainy, not sunny. Not sunny. Rainy and not sunny. Okay, very good. Yes. Smita, what is your favorite color? Yellow.
Yellow. Yes. Why did you? It belongs to Sri Narayana Guru. So why did you like yellow color? Simply. എന്തുകൊണ്ടാണ് I yellow like ഇഷ്ടപ്പെട്ടത്? light colors. Light colors. Okay, okay. There are so many other colors, light colors, but you like only yellow. Very good, very good, very good. Yes. Next question. Do you have the confidence to speak English? No. No. Don't. And why you are speaking English very well, and you tell that you have no confidence, and you are telling a lie? No, sir. I'm not confident to speak English. But you have an interest to speak English. Am I right? Yes. Very good, very good, very good, very good. Yes. So, do you have any pets? No. No pets. No. Do you like pets? Like pets. Yes. Suppose that if you are getting a leisure time is a free time. If you get a free time, what you want to do? അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? What you want to do? I'm doing gardening or stitching. Yes. And you are an expert in stitching? No. 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 You are stitching independently or in a group? Independently. Independently. Very good, very good, very good, very good. Yes. Okay. But you are having too much money. No, sir. Only Yes. my dresses only stitching. Oh, yes, yes, yes. Very My good, and very my good. family's. Okay. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബിസിനസ്സാണ്. Okay, okay, okay. Yes. പിള്ളേരൊക്കെ പറഞ്ഞേക്കാം നമ്മുടെ മക്കളൊക്കെ. Yes. Okay. Okay, okay. So, Smita, what is your favorite food? Vegetables. Vegetables. Yes. Vegetables. Not non-vegetarian. You like the vegetables? Eating non-vegetarian, like vegetarian. You eat non-vegetarian also, but you prefer vegetarian food. Vegetarian. Okay. Yes. Okay, okay, okay. Very good, very good, very good. Aishwarya, അല്ല, സ്മിത ഞാൻ വരാട്ടോ. Okay, okay. ഐശ്വര്യ, ഐശ്വര്യക്ക് വിഷമമാണ്. സാറേ എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് ഐശ്വര്യക്ക് വിചാരിക്കുന്നു. Hello, Aishwarya, how are you? Fine, sir. What is the weather like in Palakkad? Rainy. It's a very rainy. Do you love rain? Yes, sir. Yes, I may ask you എന്താ പറയാ, ഒരു കാൽപ്പനികതയെക്കുറിച്ച് ചോദ്യം. Which is your favorite season? ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്? Summer, Rainy winter, season. rainy season. You like most, അല്ലേ? മുടി പോസ്റ്റ് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? Yes, sir. ഓക്കെ, ഓക്കെ. പാലക്കാട് നല്ല വെയിലുള്ളൊരു സമയത്ത് വന്നൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. യെസ്. Okay, 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 okay. Then I ask you the same question which I asked to Smita. Aishwarya, suppose that you are getting a leisure time. What do you want to do? leisure time കുറച്ച് കിട്ടിയാൽ എന്താണ് ആഗ്രഹം? പോയി കിടന്ന് ഉറങ്ങാനാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ? Yes, what you will do in the leisure time? Drawing. Drawing. Yes. Yes, very good, very good, very good. Which type of painting or pencil drawing? Which type? Pencil drawing. Pencil drawing. Okay, okay, very good, very good. Okay. Yes, I asked you the same question which I asked to Smita. What is your favorite food? What is your favorite food? ഏതാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? Sadhya. Sadhya. Yes. Okay, 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 okay. Very good, very good, very good. Yes. Then you know how to prepare a sadhya?
you know how to prepare a sadhya? No, sir. Only preparing No, for my mother. Prepared by mother, eaten by me. Okay. Very good, very good. ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തില് സദ്യയില് നമ്മളിപ്പോ വിളമ്പുമ്പോഴേ ചില കറികളൊക്കെ സ്ഥാനം തെറ്റി വിളമ്പാറുണ്ടല്ലോ, അവർ ചീത്ത പറയും. അത് ഇടേണ്ട സ്ഥലം ആ ഇലയുടെ ഏത് വശത്താണ് ഇടേണ്ടത് ആ സ്ഥലത്തിന് വെക്കാം. ഓക്കെ ഐശ്വര്യ, വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ ഹോബി? What is your hobby? My hobby. I like pets. You like pets. Have you any pets? Yes, sir. Okay, what is its name? Donna. Donna. Dog or cat? Dog. Dog. Very good, very good, very good. Yes. Surya. Surya നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല. ലൈനിലുണ്ടോ? Yes. സൂര്യ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഓക്കെ. എന്ത് പറയുന്നു സൂര്യ? ലേറ്റസ്റ്റ് ടോക്ക്. സുഖം. സുഖം. ഓക്കെ ഓക്കെ. ഞാനും തമ്മിലുണ്ടായിരുന്ന രീതി അതായിരുന്നു. ചിലപ്പോ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചോണ്ടിരിക്കും. ഇന്ന് കേൾക്കുന്ന കാണാനല്ല, ചിലപ്പോ കേൾക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ വി ടോക്ക് ഫോർ അവേഴ്സ് സംസാരിക്കും. ഓക്കെ സൂര്യ, ആർ യു റെഡി? യെസ് സർ. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാന്നേ. തെറ്റിക്കോട്ടെ. ഇത് പറയാൻ പറ്റിയ ഒരാളെ കിട്ടേണ്ടത് നിങ്ങൾക്ക്. നിങ്ങളത് പറയുമ്പോ അത് കേൾക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളെ കിട്ടണ്ടേ? പിള്ളേരോട് പറയുമ്പോ അമ്മയെ വേറെ പണിയിട്ടാ നോക്കുക, ഞങ്ങൾ എന്ന് പറയില്ലേ? ഇത് ഇരുന്ന് കേൾക്കണ്ടേ? യെസ്. അപ്പൊ അതിനൊരാൾ വേണ്ടേ? യെസ്. അപ്പോ ഇവിടെ ഞാനുണ്ട്. അപ്പൊ നമുക്ക് പറയാം. ഓക്കെ സൂര്യ, ഹൗ ആർ യു സൂര്യ? ഫൈൻ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ സെയിം ക്വസ്റ്റ്യൻ അവിടെ ആരംഭിക്കുകയാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ബിരിയാണി. വിച്ച് ടൈപ്പ് ഓഫ് ബിരിയാണി യു ലൈക്ക്? ചിക്കൻ, മട്ടൺ, എഗ്, ഫിഷ്, ബീഫ്? വിച്ച് ടൈപ്പ്? ചിക്കൻ ബിരിയാണി. Chicken biryani. Okay, 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 okay. Yes. Do you know how to prepare a good chicken biryani? Yes, sir. Yes. Very good, very good. Which type of rice you use for cooking biryani? Basmati, Basmati. Basmati rice. Basmati rice. It is a lengthy one. Am I right? Yes, sir. Okay. Very good, very good. It is very tasty. Okay. Very good, very good. Okay. Very good. Yes. Then, what is your hobby, Surya? I have been cooking. You have the habit of cooking new dishes. Okay, 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 okay. Then, why don't you start a cooking channel? No, sir. Surya, cooking is ആരംഭിച്ചുകൂടാ? അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാലേ എവിടെയാണ് ഈ സാധനം കയറി നമ്മൾ ഭാഗ്യം പറയാൻ പറ്റില്ല. നിങ്ങൾ പക്ഷേ കേട്ട് കാണും, കുറെ നാളിന് മുമ്പ് ഒരു പെൺകുട്ടി കുംഭമേള നടക്കുന്ന സ്ഥലത്ത് 100 രൂപയ്ക്ക് മാല വിറ്റുകൊണ്ട് നടന്നൊരു പെൺകുട്ടിയുണ്ട്. കുത്തുമാല വിറ്റുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ നടന്നത്. ഏതോ ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ ആ ഫേസും കാര്യങ്ങളും ആ കണ്ണിന്റെ പ്രത്യേകത കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പിന്നെ അത് സിനിമ നടിയായിട്ട് മാറി. അപ്പൊ 100 രൂപയ്ക്ക് മാല വിറ്റുകൊണ്ട് നടന്ന പെൺകുട്ടി പിന്നെ നമ്മൾ കാണുമ്പോൾ കോടികൾ വിലയുള്ള കാറിലാണ് പോകുന്നത്. യെസ്. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ സൂര്യ തമാശക്ക് ആരംഭിക്കുന്ന സംഗതിയായിരിക്കും. സംഗതി കയറി ക്ലിക്കായാലുണ്ടല്ല. യെസ്. എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തൊരു ബിസിനസ് തുടങ്ങി. അപ്പൊ അവിടെ ഇങ്ങനെ പുള്ളി വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ പുള്ളി വിചാരിച്ചു ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പരിപാടി പുള്ളി വേറെ തുടങ്ങി. അപ്പൊ നേരെ കളയാൻ വല്ലപ്പോഴും കസ്റ്റമർ വരുമ്പോ ഡീൽ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടി ആ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ആ സമയം
വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചാൽ പുള്ളി ചെറിയൊരു പരിപാടി വേറെ തുടങ്ങി. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുതായിട്ട് തുടങ്ങിയ പരിപാടിയില്ലേ അത് ചെറിയ ക്ലിക്കായി. നന്നായിട്ട് പൈസ മുടക്കി തുടങ്ങിയ പരിപാടിയില്ലേ അത് ഫെയിലായി. അപ്പൊ പുള്ളി പയ്യെ എന്ത് ചെയ്തു, ആ പൈസ മുടക്കി തുടങ്ങിയ പരിപാടി പയ്യെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ചെറുതായിട്ട് തുടങ്ങിയ പരിപാടി അത് വലുതാക്കി. അങ്ങനെ പുള്ളിക്ക് നല്ലൊരു സാമ്പത്തിക അടിത്തറ വന്നു. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് അത് ആരംഭിച്ചു കഴിഞ്ഞാല് ചിലപ്പോ സൂര്യയുടെ തലവര തെളിയും. യെസ്, ഇപ്പോ ഈശ്വരന് സൂര്യൻ ഒന്ന് സഹായിക്കണമെന്നൊരു ആഗ്രഹം വിചാരിക്കുക. എന്തെങ്കിലും സൂര്യൻ ചെയ്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റും. ദൈവത്തിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ട് സൂര്യ എന്നത് ഇരിക്കട്ടെ ഇതുപോലെ കുറച്ച് പൈസ തന്നിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത് വരുന്നത് വേറെ ഏതെങ്കിലും ആളുകളിലൂടെ ആയിരിക്കും. യെസ്, അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചു നോക്ക് കേട്ടോ. ഓൺലൈൻ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ സൂര്യ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എനി സിബ്ലിംഗ്? സിബ്ലിംഗ്സ്, സഹോദരനോ സഹോദരിയോ ഉണ്ടോ എന്നാണ് ചോദ്യം. യെസ് Yes, sir. സിബ്ലിംഗ്സ് എന്ന് പറയുമ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, Brother. അപ്പൊ One brother, one sister. very good, very good, very good. Okay, 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 okay. Then, have you the habit of seeing film? Yes, sir. Yes. Which is the name the film you have seen last? Name the film you have seen last. ഏറ്റവും അവസാനം നിങ്ങളുടെ സിനിമയുടെ പേരെന്താണ്? സിനിമ ഞാൻ ഓർക്കട്ടെ അല്ലേ? അവസാനം കണ്ടതെന്ന് പറയുമ്പോ അവസാനമാവണമെന്നില്ല, തൊട്ടുമുമ്പൊക്കെ ആവാം, അവസാനത്തിന് മുമ്പോ ഏതെങ്കിലും ഒരു സിനിമ കണ്ട ഓർമ്മ ഉണ്ടാവില്ലേ? ഓക്കെ സൂര്യ, വെരി ഗുഡ്, വെരി ആലോചിച്ചു, ഞാൻ കുറച്ച് വരാം. ഓക്കെ 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 ഓക്കെ, വീണ്ടും ഞാൻ വരാം. പ്രിയങ്ക, ആർ യു റെഡി? പ്രിയങ്ക രതീഷ്? യെസ്. അപ്പൊ ഞാൻ പ്രിയങ്ക റിയാക്ട് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് സ്മിതയിലൂടെ ചെയ്യാൻ വേണ്ടി പറയാം. സ്മിത? ഓക്കെ ഓക്കെ, അപ്പൊ സ്മിത ഒന്ന് വെയിറ്റ് ചെയ്യ്. പ്രിയങ്ക എല്ലാവരും ഒന്ന് പോയിട്ട് വരും. പ്രിയങ്ക, ഹൗ ആർ യു? ഫൈൻ സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ശബ്ദമൊക്കെ മാറിയിരിക്കുന്ന സുഖമില്ലേ? സൗണ്ട് വെരി ഗുഡ്. അത് ഫിസിക്കലി ഓക്കെയാണ്, സംസാരിക്കാൻ ഓക്കെയാണോ? കുഴപ്പമില്ല. അപ്പൊ ആരാണ് അവിടെ വന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയത്? അത് മോനാണ് സാർ. ഓക്കെ ഓക്കെ വിളിച്ചപ്പോ അവൻ കരച്ചിലായിരുന്നു, അപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. ഓക്കെ 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 ഓക്കെ, അതാ കൊച്ചിനെ കളിപ്പിച്ചത്. ഓക്കെ ഓക്കെ വാവേ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ സംസാരമാണ്. ഓക്കെ സ്മിത, സ്മിതയിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. ഓക്കെ സ്മിത. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ, വാട്ട് ഈസ് യുവർ ഹോബി സ്മിത? എന്താണ് സ്മിതയുടെ ഹോബി? കുക്കിംഗ് ആണ് ഹോബി. അപ്പൊ സൂര്യനെ പോലെ കമ്പനി ചേർന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുക്കിംഗ് ചാനൽ ആരംഭിച്ചൂടെ? അവിടെ ഒരാൾ കുക്കിംഗ് റെഡി ആയിട്ട് നിൽക്കുന്നു, സ്മിത കുക്കിംഗ് റെഡി ആയിട്ട് നിൽക്കുന്നു, പിന്നെ രണ്ടുപേരുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ചാനൽ? ഒരു ചാനൽ ആരംഭിക്കും. യെസ്, രണ്ടുപേർക്കും ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. എസ് ആൻഡ് എസ് കുക്കിംഗ്. അപ്പൊ സൂര്യയുടെ ഒരു എസ് ഉണ്ട്, സ്മിതയുടെ ഒരു എസ് ഉണ്ട്. Very good, very good. Okay, Smita, I ask you next question. Have you the habit of seeing film? Cinema കാണുന്ന സ്വഭാവമുണ്ടോ? No, not Yes. seeing. You want to go to theater to see the film, or No, you no. watch? You watch only Home. Okay, okay, okay. Name the film you have seen last. No. ഏറ്റവും അവസാനം കണ്ട സിനിമയുടെ പേര് പറയും. Not see full spills. Nowadays, so long. കുറേ ഇതായി സാറേ, ഇപ്പൊ ഒന്നും നോക്കിയില്ല ഫിലിം. Okay, very good, very good, very good, very good. Yes.
അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് സ്മിതക്ക് ഇഷ്ടപ്പെട്ട സിനിമ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? നാളിതുവരെയുള്ള അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് തോന്നിയിട്ടുള്ളത് ആരാണ്? Actors. സിനിമ, ഫിലിം. Velli Nakshatram. വെള്ളി Nakshatram. നക്ഷത്രം. ഓ യെസ്. ഓ അപ്പൊ ഇതിന് ബാക്കിലോട്ട് പോവുകയാണ് അല്ലേ? വളരെ പഴയതാണ്. യെസ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, who is your favorite actor? Mohanlal. Who is your favorite actress? Manju Warrier. Manju Warrier. Oh yes, okay. Smita, I will come to you after some time. Okay. Okay. Aishwarya. Yes, sir. Okay, Aishwarya, please tell something about your family. My family is very small. Yes. Father, mother, 2 siblings, brothers. Yes. My first brother is working to bank. Yes. My second brother studying to army. Yes. Okay, Aishwarya, what? And I prepare hospital management course. Yes. അത്രേ ഉള്ളൂ സാർ. Okay, very good. Okay, very good. So, name the school and colleges where I am studied in GVHSS Agali. അതായത് LKG മുതൽ ആരംഭിച്ചു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആരംഭിച്ചു. ഓക്കെ. I am studying LKG school, GLP Agali. Yes. Higher secondary study in GVHSS Agali school. Yes. And my graduation IHRD Agali. Yes. And 1 year course in Tali. Yes. Palakkad ICC. Yes. And I am completed 1 year course in bank. Yes. At Kozhikode. Yes. IDS. Yes. And I preparing to bank exams Yes. recently. Yes. അത്രേ ഉള്ളൂ സർ. Yes. About you want to be employed in a bank? No sir, preparing for exams. Yes. Okay. Very good. Have you gone any coaching center for bank test? Yes sir, 1.5 year coaching. 1 month or 1 year? 1 year. 1 year. Okay. Where is this? എവിടെ എഴുതുന്നത്? കോഴിക്കോട്. Okay. How is it beneficial? It is helpful? Yes sir. Okay. But then try once again. You will get a chance to be employed in a bank. Okay. Very good. Okay, Surya. Wish you all the best. Okay, Surya. Thank you sir. Okay, thank you. Welcome. Surya. Yes, sir. Okay, you tell about your family. My family is small family. Just like Aishwarya. Okay. Husband, 2 children. Okay. Husband and two children. Okay, very good. A cute micro family. Yes. In which standard children are studying? ഏതൊക്കെ ക്ലാസ്സിലാണ് പിള്ളേർ പഠിക്കുന്നതെന്ന് പറയൂ. Second standard. Yes. Eldest son, second standard. Next. Second ആൾക്ക് 1 വയസ്സായേ ഉള്ളൂ. Yes.
ഓക്കെ, അതെന്നെ അത് ഇംഗ്ലീഷിൽ പറയാം. ഈസ് നിയർലി 1 year old. ഓക്കെ 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 ഓക്കെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. യെസ്. അപ്പൊ ഈ പിള്ളേർ ഇങ്ങനെ കളിക്കുകയും സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്യും. മൂത്ത മകൻ പോവുകയും മകളാണ് മൂത്തത്. മകള്. അപ്പൊ മൂത്ത മകൾ ഇങ്ങനെ സ്കൂളിൽ പോവുകയും വരികയും ഒക്കെ യൂണിഫോം ഇട്ട് പോവുകയൊക്കെ ചെയ്ത കാണുമ്പോ സൂര്യയുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരും. യെസ്. അപ്പൊ അങ്ങനെ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് യുവർ ഡോട്ടർ? സൂര്യയുടെ മകളെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? അല്ലെങ്കിൽ അവൾ എന്തായിട്ട് മാറണമെന്നാണ്, എന്താവണമെന്നാണ് സൂര്യയുടെ മനസ്സിൽ തോന്നി? എപ്പോഴെങ്കിലും തോന്നിക്കാണുമല്ലോ. യെസ്. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? I have a dream about her. എനിക്ക് അവളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. My dream is, എന്റെ സ്വപ്നം ഇതാണ്. പറഞ്ഞു. ഒരു നേഴ്സ് ആവാൻ വേണ്ടി. To make her a nurse. അവൾ എന്താക്കണം? ഒരു നേഴ്സ് ആക്കണം. To be employed in a hospital. അപ്പൊ അവളിങ്ങനെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെ പോണ കാണണം എനിക്ക്, അല്ലേ? യെസ്. അപ്പൊ ഇവിടെ പലപ്പോഴും കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് സാധിക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അമ്മ എന്ത് ചെയ്യും? മകളിലൂടെ സാധിപ്പിക്കും. അച്ഛന് ചിലപ്പോ പറ്റാതിരുന്ന കാര്യങ്ങൾ അച്ഛനും എന്ത് ചെയ്യും? പലപ്പോഴും ചില പരിപാടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെ എത്തപ്പെടാൻ പറ്റുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് മക്കളിലൂടെ നിവർത്തിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, സൂര്യന്റെ ഉള്ളിലും നേഴ്സാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ പണ്ടെപ്പോഴും? നമ്മുടെ കാൽക്കുലേഷൻ മൊത്തത്തിൽ പോയി. യെസ്. എങ്കിലും she wants your eldest daughter to be employed as a nurse. Okay, Surya, very good, very good, very good, very good. Yes. ഇനി മറ്റേ ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ അതിന് ചോദിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. യെസ്. അപ്പൊ സൂര്യ, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? സൂര്യയുടെ ആഗ്രഹം എന്താണ്? മകളെ കുറിച്ച് ആഗ്രഹിച്ചു. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? സൂര്യയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഗ്രഹം പറയും. ആഗ്രഹമൊന്നും ഇല്ല സാറേ, അതാണ് പറയാൻ പോയത്. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. യു വാണ്ട് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഞാൻ തന്നെയാണ് പറയുന്നത്, അതായത് ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ടൊരു സ്ഥിരത നേടുക. അതിപ്പോ ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആം ഐ റൈറ്റ്? യെസ് സർ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിപ്പോ ഇന്ന് നിങ്ങളോട് ചോദിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ ടെൻസിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടെൻസിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയാം. പിന്നെ കുറച്ചു നേരം നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നൗ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. യെസ്. അപ്പൊ നിങ്ങളുടെ ആൻസർ വരുമ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് എന്നായിരിക്കണം. ഫസ്റ്റ് ലെറ്റർ എസ്. രണ്ടാമത്തെ ലെറ്റർ എ എന്നായിരിക്കണം. എ. ആദം. എസ് എയിൽ തുടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വെരി സിമ്പിൾ. നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഇതോടൊപ്പം ഒന്ന് ഡെവലപ്പ് ആവും. യെസ്. ചോദ്യം ഇതാണ്. എ മിക്സ്ചർ, MIXTURE, a mixture of cut vegetables and fruits. A mixture of cut vegetables and fruits. Smita.
കറക്റ്റ് ആൻസർ ആണ് സ്മിത. സലാഡ്, അത് നമ്മൾ പറയുന്ന പേര് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്തതിന് പറയുന്ന പേരാണ് സലാഡ്. സൂര്യ ഇസ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To put your hands on the top of your head. To put your hands on the top of your head as a sign of respect. As a sign of respect. Oh, അതല്ല, sign of respect. To put, അത് നമ്മൾ ഇല്ല, ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ കറക്റ്റ് നിങ്ങൾ ഉത്തരത്തിലോട്ട് എത്തും. അതായിട്ട് പറയാം. To put your hand on the top of your head as a sign of respect. പോലീസുകാരൊക്കെ അത് ചെയ്യാറുണ്ട്. ഓക്കെ. അലേർട്ട്. അലേർട്ട് സ്മിത. പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അലേർട്ടിന് കത്തിയത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് കോൾഡ് സല്യൂട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആ സാഡ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മളിപ്പോ ഡെഡ് ബോഡിക്കൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യാറുണ്ട്. യെസ്. ഓക്കെ. ഞാൻ ഇനി ഏതാണ്ട് ഓരോ അർത്ഥമുള്ള ഒരു 3 വേർഡ് പറയാം. ഓക്കെ. സൂര്യൻ എഴുതിയിട്ടുണ്ട്. യെസ്. ഓരോ അർത്ഥമുള്ള 3 വേർഡ് പറയാം. അതിനോട് സെയിം ആവുന്ന ഒരു വേർഡ് നിങ്ങൾ കൂടി പറയും. ഈക്വൽ ടു മീനിങ് പറയട്ടെ. ഫസ്റ്റ് വൈൽഡ്, WILD, വൈൽഡ്, കോമ ഫിയേഴ്സ്, FIERCE, ഫിയേഴ്സ്, കോമ ക്രൂവൽ, CRUEL, ക്രൂവൽ. ഇനി ഡാഷ് ആണ്. SAയിൽ തുടങ്ങുന്ന ഏതാണ്ട് ഇത് അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു വാക്ക് നിങ്ങൾ പറയും. വൈൽഡ്, ഫിയേഴ്സ്, ക്രൂവൽ. യെസ്. അലേർട്ട്. യെസ്. ഞാൻ ഒരു ചെറിയൊരു ക്ലൂ ഇടുകയാണ്. SA ആണ് ആദ്യത്തെ അക്ഷരം, എസും എയും. പിന്നെ വി, ബാക്കിയുള്ള ആലോചിക്കും. SAV, SAV കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ അതിനെ പിന്നെ ഇല്ലേ അന്നൊരു പേര് കൂടി പറയാം. SAVA, SAVA. യെസ്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് നിങ്ങളെ ക്ലിക്ക് ആയില്ലെങ്കിൽ ഇനി ഞാൻ ആൻസർ പറയാം. സാവേജ്, SAVAGE. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To help someone when they are in danger. To help someone when they are in danger.
Yes, to help someone when they are in danger. Yeah, number. Yes. Save, save, S-A-V-E, save. Next question. Past tense of sit, S-A-D. Past tense of sit. Oh, other Aishwarya. Sit. അപ്പോൾ നമ്മുടെ നിയമം ശരിയാവില്ല. എസ് കഴിഞ്ഞിട്ട് എ വരുന്നില്ല. എസ് കഴിഞ്ഞാൽ എ വരുന്നതല്ല പറഞ്ഞു. അപ്പൊ നമ്മുടെ നിയമം കറക്റ്റ് ആവില്ലല്ലോ. പാസ്റ്റ് ടെൻസ് ഓഫ് സിറ്റ്, ദാറ്റ് ഈസ് സാറ്റ് ആണ്. SAT, സാറ്റ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്. മൂൺ, MON, moon is our natural dash. Moon is our natural dash. Moon is our natural dash. Okay. അപ്പോൾ ഞാൻ തന്നെ പറയാം, സാറ്റലൈറ്റ്. Satellite. Yes. Next question. A person that comes and gives presents for Christmas. A person that comes and gives presents, PRESENTS, for Christmas. അത് സിമ്പിൾ അല്ലേ? A person, അത് വിശ്വാസമാണ്. That comes and gives presents for Christmas. Okay, Alata, correct answer. Santa Claus. Yes, the correct answer. Okay, actually, yeah, correct answer. Yes. Okay. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. 27 അപ്പോൾ ഇന്ന് ഐശ്വര്യക്ക് 1 point കിട്ടിയിട്ടുണ്ട്, അലാട്ട 2 point കിട്ടിയിട്ടുണ്ട്, സ്മിത 2 point കിട്ടിയിട്ടുണ്ട്, സൂര്യ 2 point കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ, ചോദ്യങ്ങളല്ല, നമ്മൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉള്ള പോലെ തോന്നുന്നു. ധൈര്യക്കുറവ് ഉണ്ടെങ്കിലും മാനേജ് ചെയ്യാമെന്ന് പറയുന്ന വിശ്വാസം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ.